ഡോക്ടർ കെ പി പ്രേംകുമാർ, അവസാനത്തെ ഒരു മിനിറ്റാണ്. ഈ പറയുന്ന വിഷയം, ഒരു മരണത്തെ വിൽക്കാൻ ശ്രമിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെയാണ് തെരഞ്ഞെടുപ്പിൽ പാടില്ലാത്തത്, രാഷ്ട്രീയം ആക്കാൻ ശ്രമിക്കുന്നത്. അനന്തു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ജീവൻ ഇന്നില്ല, പക്ഷേ അതിനെയൊക്കെ രാഷ്ട്രീയമായി ഉപതെരഞ്ഞെടുപ്പിൽ വിഷയമാക്കാൻ ശ്രമിക്കുന്നത് അവർ തന്നെ തിരിച്ചറിഞ്ഞ് പിന്നോട്ട് പോകുന്നു. എല്ലാ കാര്യങ്ങളും അവർക്കിങ്ങനെ പിന്നോട്ട് പോകേണ്ടി വരുന്നു, പ്രതിരോധത്തിലാകുന്നു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഘട്ടത്തിലും നോക്കേണ്ടി വരുന്നത്. അത് സ്വരാജ് വേഴ്സസ് ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള നിലയിൽ താങ്കൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയിൽ കണ്ടതിനേക്കാൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു? അല്ല, സ്വരാജ് വേഴ്സസ് ഷൗക്കത്ത് എന്നുള്ളതും ഈ ഒരു ബഹളവും തമ്മിൽ എന്താ പറയാ, അങ്ങനെ കണക്ട് ചെയ്ത് പറയാൻ എനിക്ക് അറിയില്ല. മാത്രമല്ല, ഒരു മിനിറ്റിനുള്ളിൽ നിതേഷ് പറഞ്ഞ ഒരു കാര്യത്തോടെ യോജിക്കുന്നു. അത് മുഴുവൻ സിറ്റിസൺസിന്റെയും ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ആർക്ക് അപകടം ഉണ്ടായാലും ആര് മരിച്ചാലും സ്റ്റേറ്റ് തന്നെയാണ് അതിന് ഉത്തരവാദി. ഇതിനു പക്ഷേ വളരെ പലതവണ നമ്മൾ പറഞ്ഞൊരു ഉദാഹരണമുണ്ട്. ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്താണ്, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധിയുടെ തന്നെ സെക്യൂരിറ്റി ഗാർഡ്സ് വെടിവെച്ച് കൊന്നത്. അപ്പൊ കോൺഗ്രസ് തന്നെയായിരിക്കുമല്ലോ അതിന്റെ ഉത്തരവാദി. അങ്ങനെ സമ്മതിക്കേണ്ടി വരും. സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരിക്കലും 100% അതിന്റെ ഡ്യൂട്ടി ചെയ്യുന്നത് സാധ്യമാവുന്ന ഒരു സിസ്റ്റം അല്ല എന്ന് അറിയാത്തത് കൊണ്ടല്ല. പക്ഷെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സാധാരണ മനുഷ്യർക്കെങ്കിലും എന്താ പറയാ, തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റുന്നതായിരിക്കണം. മിനിമം ഒരു ക്രിമിനൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് ഒരു കുട്ടി അപകടത്തിൽ കൊല ചെയ്യിടുമ്പോൾ സർക്കാർ മാത്രമാണ് ഉത്തരവാദി എന്ന് പറയുന്നത് ആ ക്രിമിനലിനെ ഒഴിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇതുകൊണ്ട് കൂടെയാണ് അയാൾ കോൺഗ്രസ്സുകാരനും നിങ്ങളും കോൺഗ്രസ്സുകാരനാവുകയും ചെയ്യുന്നത്.